കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നടന്നുവെന്ന് SP നിതിൻ രാജ്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. സ്ത്രീയുടെ സുഹൃത്ത് റഹീസിനെ ചോദ്യം ചെയ്യും പോലീസ്. പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത്, ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും, അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. നമ്മളിപ്പോൾ 3 പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള റോൾ എന്താണെന്നുള്ള പരിശോധനയ്ക്ക് ശേഷം തുടർന്നുള്ള പോലീസ് നടപടി ഉണ്ടാവും. വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഈ 3 SDPI പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിലുണ്ട്. കൂട്ടുപ്രതികൾക്കുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇതിലുള്ള പങ്ക് എന്താണ് എന്ന് വ്യക്തമാക്കുന്നു? ഇനി പിടിയിലാകാനുള്ളവരുടെയും പങ്ക് എന്തെന്ന് പറയുന്നു? വീണ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂർ SP നിതിൻ രാജ് IPSന്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സദാചാര ഗുണ്ടായിസം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. കാരണം അത് തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്ത റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി, മാത്രമല്ല ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കി, അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീയുടെ സുഹൃത്തായ റഹീസിനെ ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ റഹീസ് എന്ന സുഹൃത്തിനാണ് മർദ്ദനമേറ്റത്. ഏതാണ്ട് 5 മണിക്കൂറോളം തടഞ്ഞു വെച്ച് SDPI ഓഫീസിൽ വെച്ച് വിചാരണ ചെയ്തു എന്നാണ് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു വിവരം. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരം തേടാനുള്ള ഒരു നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഈ 3 SDPI പ്രവർത്തകരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അന്ന് ഈ യുവതിയും അതുപോലെ തന്നെ യുവാവും കൂടി അവിടെ കാറിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് 3 ബൈക്കുകളിലായി എത്തിയ 6 അംഗ